നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസിന്റെ ഒന്നാം ദിവസം പര്യവസാനിക്കുമ്പോൾ വളരെ ആഹ്ലാദത്തോടും അത്യുത്സാഹത്തോടും കൂടെ നമ്മുടെ നാഷണൽ കൺവീനർ പാസ്റ്റർ അലക്സ് വെട്ടിക്കൽ നമ്മോടൊപ്പമായിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഞാൻ മൈക്കായി മാറുന്നു. 13ാമത് IPC ഫാമിലി കോൺഫറൻസിന്റെ പ്രഥമ രാത്രിയിൽ തന്നെ വളരെ ആവേശത്തോടും സന്തോഷത്തോടുമാണ് ജനങ്ങൾ വന്നു ചേർന്നത്. ആരംഭ ദിവസത്തിൽ തന്നെ ഇത്രമാത്രം ജനങ്ങൾ തടിച്ചുകൂടിയ ഒരു കോൺഫറൻസ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി ഇന്ന് നടന്ന സുവിശേഷ യോഗത്തിലെ വചന പ്രഘോഷണങ്ങളെല്ലാം തന്നെ വളരെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ളതും ആത്മാവിൻ്റെതായ ചൈതന്യത്തോടുള്ളമായ വചന ശുശ്രൂഷകളായിരുന്നു. കടന്നു വന്ന ജനങ്ങൾ ഒരുപോലെ വളരെ സന്തോഷത്തോടും വളരെ തൃപ്തിയോടും കൂടെയാണ് മടങ്ങിപ്പോയതെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഈ ആരംഭ ദിവസത്തിൽ ഇത്രമാത്രം സന്തോഷം അനുഭവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ കോൺഫറൻസിൽ വലിയ പ്രതീക്ഷ എല്ലാ ദൈവമക്കൾക്കുമുണ്ട്. ലോകമെമ്പാടും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആ സഹകരണവും ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ആരംഭ ദിവസത്തിൽ തന്നെ ഈ കോൺഫറൻസിൽ ഇനിയും നാളെയും മറ്റന്നാളുമായി അനേകര് വന്നു ചേരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു വലിയ സമ്മേളനം ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും വലിയ ആത്മീയ അനുഗ്രഹം പകരപ്പെടുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യുമെന്ന് ഉള്ളതായ ആ ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. നന്ദിയുണ്ട് പാസ്റ്റർ അലക്സ് വെട്ടിക്കൽ. ഈ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തു പറയത്തക്കതായി ഹൃദയത്തെ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ മറ്റു സമൂഹത്തെ അല്ലെങ്കിൽ ജനത്തെ ഏറെ സന്തോഷിപ്പിച്ചു എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യമുണ്ടോ? പ്രത്യേകമായി വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലെ കാര്യം പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടുള്ളതായ ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ജനമാണ് ഇന്ന് വന്നു ചേർന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇതിന്റെ പര്യവസാനം ശുഭാപ്തി നിറഞ്ഞതായ ഒരു പര്യവസാനമായിരിക്കും. തന്നെയുമല്ല, വചന ശുശ്രൂഷയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ആത്മനിറവിലുള്ളതായ ശുശ്രൂഷയാണ് ആദിയോടന്തം കാണുവാൻ കഴിഞ്ഞത്. ആത്മാവിലുള്ളതായ ആ സന്തോഷം എല്ലാ ദൈവമക്കൾക്കും അനുഭവിച്ചറിയുവാനിടയായി. ഈ കോൺഫറൻസിൽ നിങ്ങൾ കൊടുത്തിരുന്ന തീമിൽ നിന്നുകൊണ്ട് തന്നെയാണോ ഇന്നത്തെ പ്രസംഗ വിഷയം മുന്നോട്ട് പോയത്? തീർച്ചയായിട്ടും പ്രസംഗങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ രാത്രി പൊതുയോഗങ്ങളിലെ പ്രസംഗങ്ങൾ തീമിനെ ആസ്പദമാക്കി പ്രസംഗിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല. എങ്കിൽ പോലും മെസ്സേജുകൾ തീമിനെ അധികരിച്ചു കൊണ്ടുള്ളത് തന്നെയായിരുന്നു. വളരെ നന്ദിയുണ്ട്. ഇന്ന് കോൺഫറൻസിന് ശേഷം കടന്നു വന്ന എല്ലാവർക്കുമുള്ള ഫുഡ് അറേഞ്ച്മെന്റ്സ്, അക്കോമഡേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ക്രമീകരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? സാധാരണ നിലയിൽ ഡിന്നർ നൽകുന്നത്, കോൺഫറൻസുകളിൽ ഡിന്നർ നൽകുന്നത് രാത്രി യോഗങ്ങൾക്ക് മുൻപാണ്. എന്നാൽ ഇന്ന് പ്രഥമ രാത്രി ആയതുകൊണ്ട് വിദൂരങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഡ്രൈവ് ചെയ്തും ഫ്ലൈ ചെയ്തും വരുന്ന ആളുകൾ വളരെ കൂടുതലുള്ളത് കൊണ്ട് അവർ 5 മണിക്ക് ഇവിടെ എത്തിച്ചേരുവാൻ പ്രയാസമുള്ളത് കൊണ്ട് അവരെ പരിഗണിച്ച് അവരെല്ലാവർക്കും പരിഗണന നൽകിക്കൊണ്ട് ഇന്നത്തെ ഡിന്നർ യോഗാനന്തരമാണ് ക്രമീകരിച്ചത്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ഡിന്നർ യോഗത്തിന് മുൻപായിരിക്കും. എന്നാൽ അടുത്ത 2 രാത്രികളിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാത്രിയിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് ശേഷം ആത്മാവിൽ സ്വാതന്ത്ര്യമായി ആരാധിക്കുകയും വിടുതലിൻ്റെതായ ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കുകയും ആത്മാവിലുള്ള വിടുതലിന് വേണ്ടിയുള്ള ചില ശുശ്രൂഷകളിൽ ഞങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുകയും അതിനായി കർത്താവിന്റെ ദാസന്മാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഉത്സാഹത്തോടെ 13ാമത് നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ശുഭപര്യവസാനമായിട്ട് ഒന്നാം ദിവസം തന്നെ കാണുവാൻ ഇടയായിത്തീർന്നു. നാഷണൽ കൺവീനർ വളരെ ആഹ്ലാദത്തോടും വളരെ അത്യുത്സാഹത്തോടും കൂടിയാണ് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചിരിക്കുന്നത്. തുലിയ മീഡിയ റൂമിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ട് വീണ്ടും കാണാം. ശുഭരാത്രി.